പവിഴത്തിന് സൈസ് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് ഒരു അളവ് പാത്രമായിരുന്നു. ഉമ്മുൽ ഖുവൈൻ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത്. ഇത് മെറ്റലമ്പോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്നുള്ളത് ഫലാജൽ മുഹല്ലയിലാണ്. ഉമ്മുൽ ഖുവൈൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഫലാജൽ മുഹല്ല. ഇവിടുത്തെ ഒരു മ്യൂസിയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ശരിക്കും ഇതൊരു ഫോർട്ടാണ്. ഫോർട്ട് ഇപ്പോൾ ഒരു മ്യൂസിയമായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോർട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഉമ്മുൽ ഖുവൈൻ സിറ്റിയിൽ നിന്നൊരു 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഫലാജൽ മുഹല്ല ഉള്ളത്. ഫലാജ് അല്ലാലി എന്നൊരു പേരും കൂടെ ഈ ടൗണിനുണ്ട്. ഇതൊരു വില്ലേജാണ് ശരിക്കും. ഫോർട്ട് പോലെയുള്ള ഒന്ന് രണ്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ കാണാനായിട്ടുള്ളൂ. വണ്ടി പാർക്ക് ചെയ്തു. പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് കാണുന്നുണ്ട്, പക്ഷെ ഇതിനകത്തൊന്നുമില്ല. ഈ കാണുന്നതാണ് ഫോർട്ടിൻ്റെ എൻട്രൻസ്. നല്ല കാറ്റുണ്ട്, ചിലപ്പോൾ ശബ്ദത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഗേറ്റ് ഓപ്പൺ ആണ്, പക്ഷെ ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. ഇവിടെ ഒരു പീരങ്കി വെച്ചിട്ടുണ്ട്, 2 പീരങ്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല, പക്ഷെ ഗേറ്റൊക്കെ ഓപ്പൺ ആണ്. അതാണ് ഇതിൻ്റെ ഉൾവശം. ഇവിടെ 2 വിൻറ്റേജ് കാർ കിടപ്പുണ്ട്. ലാൻഡ് റോവറാണ്. ഗൂഗിൾ മാപ്സിൽ നോക്കുമ്പോൾ 3 മണിക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 3 മണി കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് 5 മണിക്കാണ് ഇത് ഓപ്പൺ ആവുന്നത്. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല, ചോദിക്കാനും ആരും കാണുന്നില്ല. എന്തായാലും 5 മണിക്കൊന്ന് നോക്കാം. കയറി വരുന്നിടത്ത് തന്നെ ഒരു മസ്ജിദ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഈ അൽ ഹസൻ മ്യൂസിയമാണ് ഈ കാണുന്നത്. ഷെയ്ഖ് സൗദ് മജ്ലിസ്. ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് 5 മണിക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ ഇവിടെയുള്ളൊരു സ്റ്റാഫിനെ കണ്ടു. ഞങ്ങൾ ഷാർജയിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞു. 5 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് 4 മണിക്ക് ഓപ്പൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമുണ്ടെന്ന് ചോദിച്ചു. വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്ന് തുറന്നു തരും. 4 മണിയാവും തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ മരങ്ങളുണ്ട്. ഗാഫ് ട്രീയും അങ്ങനെയൊക്കെയുള്ള കുറേ മരങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ 4 മണി കഴിഞ്ഞു. പുറത്ത് നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പാകത്തോട്ട് കയറാണ്. നമുക്കൊരു ടിക്കറ്റ് എടുക്കാം. ഇതാണ് എൻട്രൻസ്. ഇവിടെ കുറേ ആൻറ്റിക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പഴയൊരു റേഡിയോ,
ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5 ദിർഹംസാണ്. കൊച്ചുകുട്ടികൾക്ക് ഫ്രീ ആണ്. ഒരു ഗ്രാമഫോൺ. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം എന്താ ഉള്ളതെന്ന്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ അൽ മദ്ബസ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതെന്താണെന്ന് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കാം. ഈ ഡേറ്റ്സ് പ്രോസസ്സ് ചെയ്തിട്ട് ഇവരെന്തോ പ്രത്യേക രീതിയിൽ ഉണക്കിയിട്ടോ അങ്ങനെ എന്തോ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തോളം കേടുകൂടാതിരിക്കുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് പ്രോസസ്സൊന്നും അറിയില്ല, പക്ഷേ അങ്ങനെ എന്തോ ഒരു കാര്യമാണ്, കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കാഴ്ചയാണ്. ഇവിടെ ഒരു കിണറിൻ്റെ മോഡലാണ്, പഴയ രീതിയിലുള്ള കപ്പിയും. കിണറിൽ കുറച്ച് വെള്ളവും കാണുന്നുണ്ട്. ചെറിയ കിണറാണ്, വെള്ളമുണ്ട്. ഇത് ഒറിജിനലായിട്ടുള്ളതാണോ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്നതാണോ അറിയില്ല. ഒരു സ്റ്റാച്യൂവും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകണം. ഇത് ലിവിങ് റൂമാണ്. ട്രഡീഷണലായിട്ടൊരു പഴയ ലിവിങ് റൂം സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അവരുടെ മജ്ലിസും അതുപോലെ റാവ കഴിക്കുന്ന പാത്രങ്ങളും, ഒരു പഴയ റേഡിയോ ഉണ്ട്. ഇതാണ് നമ്മുടെ പത്തായം പോലെ ഒരു സാധനം. ഇത് മെറ്റലമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. പഴയ പാത്രങ്ങളാണ്. പഴയ കാലത്തുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ റൂഫൊക്കെ തടിയും പനയോലയും കൊണ്ടൊക്കെ ചെയ്തിരിക്കുന്നു. ഇത് കണ്ടോ, തുറക്കാൻ പറ്റില്ല, ഡോർ ലോക്കാണ്. ഇവിടെ ഡോർ തുറക്കാൻ പറ്റും. പഴയ രീതിയിലുള്ള ജനലാണ്. നമ്മൾ നേരത്തെ താഴെ നിന്ന് കയറി വന്നില്ലേ, ആ ഒരു സ്ഥലമാണ്. അടച്ചു. പഴയ രീതിയിലുള്ള സാക്ഷ എന്നൊക്കെ പറയുന്നില്ലേ, ആണ് ലോക്കിംഗ് സിസ്റ്റം. ലിവിങ് റൂം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പഴയൊരു റൂം. ഇനി തിരിച്ചു പോവാം. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് അടുത്തെന്താണെന്ന് നോക്കാം. അടുത്ത കാഴ്ച കാണാം. ഉമ്മുൽ സിറ്റിയിൽ നിന്നൊരു 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഫലാജൽ മൊല്ല ഉള്ളത്. ഫലാജ് അല്ലാലി എന്നൊരു പേരും കൂടെ ഈ ടൗണിനുണ്ട്. ഇതൊരു വില്ലേജാണ് ശരിക്കും. ഡെവലപ്മെൻ്റ് ഒന്നും അധികമില്ലാത്തൊരു ചെറിയൊരു റിമോട്ട് വില്ലേജാണ്. അരുവി അല്ലെങ്കിൽ ഒരു വാട്ടർ കനാൽ, അങ്ങനെയാണ് ഫലാജ് എന്ന് പറയുന്ന അറബി വേർഡിൻ്റെ അർത്ഥം. വെള്ളത്തിൻ്റെ ലഭ്യത ഉള്ളതുകൊണ്ട് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുമോ. കോട്ടയ്ക്ക് ചുറ്റും കൃഷിയായിരുന്നു. അന്ന് ആ കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ രാജാവ് 1825 ഈ കോട്ട പണിയുന്നത്. കുറേ കാലത്തിന് ശേഷം കോട്ട തകർന്നു പോയി. ഇന്നത്തെ ഭരണാധികാരി ഈ കോട്ട 2009 വീണ്ടും പുതുക്കി പണിയാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ അതിനെ ഒരു മ്യൂസിയമായിട്ട് മാറ്റിയത് 2015 ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടവറിൻ്റെ മേലിലോട്ടാണ്. ഇത് ശരിക്കും പഴയ ജയിലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താ ഉള്ളത് നോക്കാം. ഇതൊരു ജയിൽ പുള്ളിയെ വിലങ്ങ് വെച്ച് വെച്ചിരിക്കുന്നുണ്ടോ. ഇത് മാത്രമല്ല, ഇതിന് മേളിലോട്ട് പോകാൻ പറ്റില്ല. ഇവരിങ്ങനെ തടവ് പുള്ളികളെ ഇടാൻ വേണ്ടിയിട്ട് കെട്ടിവെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് വേറെ കാഴ്ചകളൊന്നുമില്ല. ഇതൊരു പനയോല കൊണ്ട് ഉണ്ടാക്കിയ ഒരു മീൻ പിടിക്കുന്ന ഒരു വലയാണ്. ഇപ്പോൾ അടുത്തെന്താണെന്ന് നോക്കാം. ഒരു നീണ്ട ഇടനാഴിയാണ്. ഇതൊരു ട്രഡീഷണൽ കോഫി ഷോപ്പാണ്. ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കോഫി ഷോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് പനയോല കൊണ്ടുണ്ടാക്കിയ വിശറി. ഒരു പഴയ റേഡിയോ ഉണ്ട്. ആദ്യം ഈ കോട്ടയ്ക്ക് ഒരു 3 ടവറാണ് ഉണ്ടായിരുന്നത്. ഈ കോട്ടയ്ക്ക് ചുറ്റുമുള്ള കൃഷി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് 3 ടവറാണ് ഈ കോട്ടയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ 2 ടവറാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നജ്ദൽ മക്സർ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെയും ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാലും ആ കോട്ട ഉണ്ടാക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുമുണ്ടായിരുന്ന കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അവർ അവിടെ
കോട്ട ഉണ്ടാക്കിയത്. ഇതും ഏകദേശം അതുപോലെ തന്നെയാണ്. ഈ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് കോട്ടകൾ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ വില്ലേജിൽ ഇവിടെ കൃഷിയൊക്കെ ആയിട്ട് താമസിച്ചിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അൽ സിനിയ ഐലൻഡിൽ നിന്ന് വന്ന കുടിയേറി പാർത്ത ആൾക്കാരാണ്. ഇറാന് സമീപത്തുള്ള ഒരു ഐലൻഡാണ് അൽ സിനിയ. അവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടാവുക. അങ്ങനെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉമ്മുൽ ഖുവൈനിലും ഫലാജൽ മുഹല്ലയിലും ഒക്കെ വന്ന് കുടിയേറി താമസിക്കാനുണ്ടായത്. ആ ട്രൈബിന് പറയുന്ന പേരാണ് അൽ-ആലി ട്രൈബ്. അതുകൊണ്ടാണ് ഫലാജൽ മുഹല്ല ഫലാജൽ ആലി അങ്ങനെ ഒരു പേരിലും ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ കുറേ പഴയ പെട്രോമാക്സ് വെച്ചിട്ടുണ്ട്. ഇത് ട്രഡീഷണൽ മാർക്കറ്റാണ്. ഇവിടെ ആരും തന്നെ ഇല്ല, അപ്പോൾ നമ്മൾ തന്നെ തുറന്നകത്ത് കയറി കാണണം. ഫാബ്രിക് ഷോപ്പാണ്, പഴയ രീതിയിലുള്ള ഒരു ഫാബ്രിക് ഷോപ്പ്. ടൈലറാണ്. പലതരത്തിലുള്ള സുഗന്ധദ്രവ്യം, നമ്മുടെ ഗോലി സോഡ, ഇതെല്ലാം സ്പൈസസ് ആണ്. കുക്കിംഗ്, പഴയ പാത്രങ്ങളാണ്. നല്ല രീതിയിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ കാഴ്ചകളാണ്, പക്ഷേ വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ജനൽ തുറക്കാൻ പറ്റുമോ? ഇതെന്താണ് സാധനമെന്നറിയില്ല, എന്താണെന്നറിയില്ല. അടുത്തത് സീ റൂമാണ്. സീ റൂമിൽ സ്വാഭാവികമായിട്ട് ഇവർ മീൻ പിടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളായിരിക്കും ഉള്ളത്. അതെ, പഴയ കുറച്ച് ഫോട്ടോസ്. ഇതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ അൽ ഹസ എന്നാണ്. ഇതൊരു കല്ലിൻ്റെ പീസാണ്. ഡൈവ് ചെയ്യുന്ന ആൾക്കാർ ഇതിനെ കാലിൽ കെട്ടിയിട്ടിട്ടാണ് ഡൈവ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ വെയിറ്റുള്ള കല്ല് കാലിൽ കെട്ടിയിടുമായിരുന്നു. നമ്മുടെ ചിരട്ട കൊണ്ട് ഉള്ള ഒരു ഉപകരണമാണ് ഇത്. ഡൈവ് ചെയ്യുന്ന ആൾക്കാർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. ഇത് അൽ ഖബത്ത്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ഡൈവേഴ്സ് കക്ക വരാൻ വേണ്ടിയിട്ട്, അതായത് പവിഴം വരാൻ വേണ്ടിയിട്ട് കടലിൻ്റെ ഉള്ളിൽ പോകുന്ന സമയത്ത് വിരലിലിട്ട് ഇടുന്ന ഒരു കവറിങ് ആയിരുന്നു. ഇത് നമ്മുടെ പഴയ കോമ്പസാണ്. ഡൈവേഴ്സ് അവരുടെ മൂക്കിൽ ക്ലിപ്പായിട്ട് യൂസ് ചെയ്തിരുന്നതാണ് ഈ സാധനം. ഈ അൽഫത്തം വെല്ല് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അൽ മഖ്ഫറ എന്ന് പറഞ്ഞാൽ ഈ പേള് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിരുന്നു. ഇത് വലിയ ചിപ്പിയും കക്കയും ഒക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമായിരുന്നു. അൽ മഫ്ലിക. ഇത് പവിഴം തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഗ്ലാസ്സാണ്. ഈ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ പവിഴത്തിന് സൈസ് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പാത്രം, ഒരു അളവ് പാത്രമായിരുന്നു. ഇത് പവിഴം വെക്കുന്ന ഒരു ട്രഡീഷണൽ ബോക്സാണ്. ഇതൊരു ഫിഷിങ്ങിന് ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ പവിഴം എടുക്കാൻ വേണ്ടിയിട്ട് ഡൈവിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ബോട്ടുകളാണ്. അതിൻ്റെയൊക്കെ ചെറിയ മോഡലാണ്. പഴയ കാലത്തുള്ള മല വെച്ചിട്ടുണ്ട്. ഇതിന് 2 സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പരമ്പരാഗത രീതിയിലുള്ള അവരുടെ ഒരു മീൻ പിടിക്കാനുള്ള വലയാണ്. പനയുടെ ഈ പാർട്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വലയാണ്. ഇതാണ് സീ റൂമിലെ കാഴ്ചകൾ. ഇനി അടുത്തെന്താ ഉള്ളത് നോക്കാം. പുറത്തിറങ്ങാം. ഇതൊരു നീണ്ട വരാന്തയാണ് കേട്ടോ. അതിൻ്റെ സൈഡിലാണ് ഇങ്ങനെ ഈ പല കാഴ്ചകളും ഇങ്ങനെ പല സെക്ഷനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ നീളമുള്ളൊരു വരാന്തയാണ്. അടുത്തെന്താണ് ട്രഡീഷണൽ ക്രാഫ്റ്റ് റൂം. മേക്കപ്പ് സാധനങ്ങളും അതുപോലെ ആഭരണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ. ഇതെല്ലാം വെള്ളി ആഭരണങ്ങളാണ്. പഴയൊരു തയ്യൽ മെഷീനാണ്. ഇവരുടെ ട്രഡീഷണൽ നെയ്ത്ത് ഉപകരണമാണ്. ഇതൊരു മേക്കപ്പ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെന്ന മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ്. ഇതൊക്കെ ബാർബർ ടൂൾസാണ്. പല രീതിയിലുള്ള പഴയ ബാർബർ ടൂൾസ്. അടുത്ത് വെപ്പൺ റൂമിലെ കാഴ്ചകൾ എന്താ നോക്കാം. വരുന്നിടത്ത് തന്നെ പലതരത്തിലുള്ള തോക്കുകൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തോക്കുകളാണ്. പലതരത്തിലുള്ള തോക്കുകളാണ്.
ബുള്ളറ്റ്, പലതരത്തിലുള്ള ബുള്ളറ്റ്, അതുപോലെ ചെറിയ കത്തികൾ, ഒരു വാളുകളാണ്. ഒരു കാര്യം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതിയിട്ടില്ല. ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഏത് വർഷമാണ് ഉണ്ടാക്കിയത്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്, ഒരു ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉപകാരമായിരുന്നു. പക്ഷെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വേണ്ട കുറച്ചേ ഉള്ളൂ, പക്ഷേ വളരെ നല്ല രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തെന്താന്ന് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി. ഉമ്മുൽ ഖുവൈൻ ഭാഗത്ത് നിന്ന് ആർക്കിയോളജിക്കലായിട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത്. ഒരുപാടുണ്ട്, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇത് ഫ്ലിൻറ്റ് സ്റ്റോണുകളാണ്. 6th millennium BC ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന കല്ലുകളാണിത്. ഈ ഒരു ബോക്സിൽ കാണുന്ന എല്ലാം BC 6th millennium യൂസ് ചെയ്ത സാധനങ്ങളാണ്. ഇതും ആരോ ഹെഡാണ്. അതുപോലെ ഇത് പാത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. 1987 കണ്ടുപിടിച്ച ഒരു സൈറ്റ് അവർ റിസ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. 2016 റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് ചെയ്തത്. റീസ്റ്റോറേഷന് മുമ്പുള്ള പിക്ചറാണിത്. ഇത് റീസ്റ്റോറേഷന് ശേഷമുള്ളത്. പണ്ട് കാലം മുതൽ ഇവിടെ ഈ ഉമ്മുൽ ഭാഗത്ത് മനുഷ്യവാസം ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. BC 4000 സമയത്തുള്ള ആഭരണങ്ങളാണ്. ഇത് മീൻ ചൂണ്ടയാണ്. വലയ്ക്ക് വെയിറ്റായിട്ട് യൂസ് ചെയ്തിരുന്ന കല്ലുകളാണ്. ഇത് എല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടൂൾസാണ്. അതുപോലെ ഷെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആഭരണങ്ങളാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അയൺ ഏജിൽ ഉള്ള സാധനങ്ങളാണ്. ഇത് ചെമ്പ് കൊണ്ടുള്ള മോതിരങ്ങളാണ്. അതുപോലെ ഒരു പാത്രം കാണുന്നുണ്ട്. 2000 BC ആണിത്. ഇതും 2000 BC സമയത്തുള്ള ആയുധങ്ങളാണ്. ഇതൊക്കെ എല്ലാം പലതരത്തിലുള്ള ടൂളുകളാണ്. അടുത്ത് ഇങ്ങോട്ട് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ കോയിനുകളാണ്. പല കാലഘട്ടത്തിലുണ്ടായിരുന്ന കോയിനുകളാണ്. ഇവർ ലോക്കലായിട്ട് യൂസ് ചെയ്യുന്ന കോയിനുകളാണ്. ഇത് 1-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ്. അതുപോലെ ബ്രോൺസ് ബ്രേസ്ലെറ്റ്, ആരോ ഹെഡ്, ഇതെല്ലാം 1-ാം നൂറ്റാണ്ടിലുള്ളതാണ്. ബ്രോൺസ് റിംഗ്, പലതരത്തിലുള്ള സൂചികളാണ്. ഈ കാണുന്നതൊക്കെ 1-ാം നൂറ്റാണ്ടിലുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം അൽസീനി ഐലൻഡിൽ നിന്ന് കിട്ടിയതാണ്. ഇതൊരു സീ കൗവിൻ്റെ എല്ലുകളാണ്. ഇത് 150-200 വർഷം മുമ്പുള്ള ഒരു പാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. ഇനി അടുത്തെന്താണെന്ന് നോക്കാം. ഇനിയൊരു സ്റ്റെയർ മുകളിലോട്ട് കാണുന്നുണ്ട്. മുകളിലോട്ട് പോകാനുള്ള വഴിയാണെന്ന് തോന്നുന്നു. ഫോട്ടോസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് റൂം. ഇവിടെ പഴയ കുറേ പിക്ചേഴ്സാണ്. അൽ ഫലാജ് പോസ്റ്റ് ഓഫീസ്. കുറച്ച് ഫോട്ടോസിലൊക്കെ അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇന്നൊന്നും കറക്റ്റ് അറിയില്ല. പക്ഷെ എല്ലാം ഫലാജ് അൽ മുഅല്ല ഫോട്ടോസാണ്. പഴയ ഒരു ഗ്രാമഫോൺ, പഴയ ക്യാമറകളാണ്, ടൈപ്പ് റൈറ്റിംഗ്, ഇതെല്ലാം പല ഫോട്ടോസാണ്. ഇതൊന്നും പറഞ്ഞു തരാനൊന്നും ആരുമില്ല. പഴയ ടെലിഫോണാണ്. സ്ലേറ്റ് കാണുന്നുണ്ടല്ലോ, പഴയ സ്ലേറ്റ് ഇല്ലേ അത്. അതുപോലെ ഒരു പഴയ പേന, ഇവർ എഴുതാനൊക്കെ ഉപയോഗിച്ചിരുന്ന പേന, ഒരു മഷിക്കുപ്പിയുണ്ട്. ഷെയ്ഖ് സായിദിൻ്റെ ഒരു പിക്ചറുണ്ട്. ഇത് പഴയ 2 റേഡിയോ ആണ്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ താഴോട്ട് പോവാം. ഇതാണ് ഇതിൻ്റെ
പുറത്ത് ഉള്ള കാഴ്ചകൾ. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല, ഇതുവരെ വരാൻ പറ്റുള്ളൂ. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ശബ്ദത്തിനൊക്കെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ വേറൊരു ഫോർട്ട് കാണുന്നുണ്ട്. ഇതിൽ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. ഈ ഭാഗത്തൊരു ഫോർട്ട്, വേറൊരു ഫോർട്ട് കാണുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം കൃഷിയായിരുന്നു. ഇപ്പോഴും എന്തൊക്കെ കൃഷിയുണ്ട് ആ ഭാഗത്ത്. പല ഫാമുകളും കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് ചുറ്റും നല്ല പച്ചപ്പാണ് കേട്ടോ. ആ ഭാഗത്തും കൃഷിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ആ ഫോർട്ടും അടച്ചു വെച്ചിരിക്കുകയാണ്. ഫോർട്ടല്ല, ടവർ അടച്ചു വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനൊന്നുമില്ല. ആദ്യം വരുമ്പോൾ കണ്ട മരങ്ങളും കാഴ്ചകളും ഒക്കെയാണ്. അപ്പോൾ ഈ ഇതിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളൂ. ഇവരുടെ ഓഫീസാണ്, ഇത് രണ്ടുപേരുടെ ഓഫീസാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാഴ്ചകളൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ എന്താണെന്ന് കൂടെ നോക്കാം. ഇവിടെയുള്ളത് ഒരു ബദൂൻ റൂമാണ്. ബദൂൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പഴയ ആൾക്കാരുടെ റൂമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ട്രഡീഷണൽ ഹോബിയാണല്ലോ ഈ പരുന്തിനെ പറപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കിണറിൻ്റെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മജ്ലിസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ കാഴ്ചകൾ. അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാമായിരുന്നോ? അഫാൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വളരെ ചെറിയൊരു മ്യൂസിയമാണ്. വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല. നെഗറ്റീവായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. തീരെ തിരക്കില്ല. ഒരു പ്രാവശ്യം വന്ന് കാണാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. സമയം കിട്ടുന്നവരൊക്കെ വന്ന് കാണുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.